പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള ഇതെല്ലാം പിൻവലിച്ചു, സുരക്ഷയെല്ലാം. മുൻ മുഖ്യമന്ത്രി ആയല്ലോ, മുൻ മുഖ്യമന്ത്രി. അപ്പൊ ഇനി പ്രതിപക്ഷ നേതാവ് പ്ലസ് ആയിരുന്നു അതിന്റെ പ്ലസ് ആയി. ഇപ്പൊ എന്താണെങ്കിലും ഇപ്പൊ ഒരു പൈലറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പിൻവലിച്ചു. ഒരു പൈലറ്റ് മാത്രം പോവും, ആ പുറകെ ഇങ്ങനെ പോവും. അപ്പൊ ഇതിങ്ങനെ പോകുന്ന ഈ കാറിന്റെ വൻസീറ്റ് ചാരിക്കിടന്ന് ഇദ്ദേഹം വിചാരിക്കും ഞാൻ എങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അത് വണ്ടിയും കൊണ്ട് ചീറിപ്പാഞ്ഞ് വഴി നീള വടിയെടുത്ത് കണ്ടവനെ മുഴുവൻ തലയ്ക്ക് അടിച്ച് പൊട്ടിച്ച് ചെടിച്ചട്ടി എടുത്ത് തലയ്ക്കും അടിച്ച് പോയിരുന്ന ഞാൻ വെറുതെ പോയി കാറിൽ സഞ്ചരിക്കും. അദ്ദേഹത്തിൻ്റെ അത് ടെൻഷനാകുമായിരിക്കും, എന്തെങ്കിലും ചെയ്യുമായിരിക്കും കേട്ടോ. എന്തായാലും അതുപോലെ നാട്ടുകാരെ സഞ്ചാര സ്വാതന്ത്ര്യം മുഴുവൻ തടഞ്ഞു. ആശുപത്രിയിൽ പോകുന്നവരെയും ആരാധനാലയങ്ങളിൽ പോകുന്നവരെയും സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികളെയും എല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അർജന്റായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകാൻ നിൽക്കുന്നവരെ വഴിയിൽ തടഞ്ഞിട്ട് ഗതാഗതക്കുരുക്കുണ്ടാക്കി ഈ നാട് മുഴുവൻ ആൾക്കാരെ കൊണ്ട് വെറുപ്പിച്ച് ഉള്ള ഒരു സഞ്ചാരത്തിന്റെ പഥങ്ങളിലായിരുന്നല്ലോ അദ്ദേഹം. അതെ അതെ, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരിൽ ഇത്രയും വെറുപ്പിച്ച ഒരാളാ അതെ, അതാണ് നമ്മൾ ശരിയാണ്. ശരി, നമ്മൾ ആ ഒരു കോണ്ടാക്ട് പിണറായി പുരസ്കാരം ഏർപ്പെടുത്തേണ്ടതാണ്. ഏറ്റവും വെറുപ്പിക്കുന്ന ഒരു പൊതുപ്രവർത്തകന് ഒരു അവാർഡ് കൊടുക്കണം. ഏറ്റവും കൂടുതൽ വെറുതെ സ്വന്തം പാർട്ടിക്കാർ. അതാണ് ഇത് കണ്ടത്. തളിപ്പറമ്പിലും പയ്യന്നൂരും നമ്മൾ കണ്ടാണല്ലോ. ഈ വെറുപ്പിന്റെ ഏറ്റവും അവസാനം അതിന് കാരണമായ നടപടി ഇതാണ്. ഏതാ? വീട്ടിൽ പോയി ചോദിക്ക് എന്ന് പറഞ്ഞതാണ്. കാരണം നമുക്കറിയാം ഇദ്ദേഹം ഈ 10-15 വാഹനങ്ങളുടെ സുരക്ഷയില് അത് പിന്നെ വേറെ പ്രത്യേക പരിപാടിയൊക്കെ ആകുമ്പോൾ ആ എണ്ണം അതിലും കൂടും, വീണ്ടും കൂടും. ആംബുലൻസ്, ഫയർ എഞ്ചിൻ എല്ലാം ഉണ്ടോ? ഈ നവകേരള യാത്രയ്ക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. ആംബുലൻസ് ഉണ്ടായിരുന്നു, ഫയർ എഞ്ചിൻ ഉണ്ടായിരുന്നു, ഡോക്ടർമാരുടെ ടീമുണ്ട്, പിന്നെ എന്ത് ICU ആംബുലൻസാണ് ഉള്ളത്. ഇത്രയും വലിയ സംവിധാനത്തിലാണ് അദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഈ പറയുന്ന ആള് പിന്നെ മുതിർന്ന IAS IPS ഉദ്യോഗസ്ഥരുടെ ഇടയിലൂടെയാണ് സഞ്ചരിച്ചത്. പിടിച്ച വാളിന് പകരം പിന്നെ ഇവരാണ്. അങ്ങനെ സഞ്ചരിച്ച് നാട്ടുകാരെ മൊത്തം കിടുക്കി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഒരു വലിയ പരിഹാസ കഥാപാത്രമായി. റെയിൽവേ സ്റ്റേഷനിലെ മറ്റേ ഇരുമ്പ് ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, സ്റ്റീൽ ബെഞ്ചിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പുറം ഇപ്പുറം രാകേഷും വേറൊരാളും ഇരിക്കുന്നു, കണ്ണൂർ ജില്ലാ സെക്രട്ടറി. കഴിഞ്ഞ ദിവസം അയാളുടെ വായിലിരിപ്പുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ വീണ്ടും വിറപ്പിച്ചു. വെള്ളാപ്പള്ളിയേക്കായി ഭീകരമായ രീതിയിലാണ് വർഗീയത. വർഗീയതാണല്ലോ അദ്ദേഹം പറയാനുള്ളത്. വേറെ ഒന്നും പറയാൻ അറിയില്ലല്ലോ, ചിരിക്കാൻ പോലും അറിയില്ലല്ലോ. ഇതാണല്ലോ ഈ കൊച്ചിനെ ഇപ്പൊ മറ്റേ കിരീടസിനിൽ വരുന്ന വരവാണല്ലോ, ചിരിക്കാതെ ഇങ്ങനെ ഭാവം കാണിച്ചു. അപ്പൊ അതാണ്. അപ്പൊ പിണറായി വിജയൻ ആ പോകുന്നവർ ഇയാൾ വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യപ്പെട്ട് പോവാ. ഇപ്പൊ അസംബ്ലി സെഷനുള്ള സമയമാണ്. അസംബ്ലിയുള്ള സമയത്ത് നമുക്ക് അതിലൊന്നും റോഡുകൾ യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ഇയാൾ അസംബ്ലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ഓരോ സമയത്തും റോഡ് ബ്ലോക്ക് ചെയ്യും. അത് എത്രയോ നേരത്തെ റോഡ് ബ്ലോക്ക്. അത് തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിലാണ് ഇതെന്ന് ഓർക്കണം. അതെ, ഈ നമ്മൾ സർവേക്ക് പോയ സമയത്ത് ഞാൻ ചടയമംഗലത്ത് നമ്മൾ സന്ധ്യയായി, അപ്പോൾ നമ്മൾ സർവേ നടത്തിക്കൊണ്ട സമയത്ത് അവിടെ ഏരിയ മുഴുവൻ ബ്ലോക്കാണ്. നമുക്ക് വണ്ടിയൊന്നും ഓടുന്നില്ല. എല്ലാം എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ മുഖ്യമന്ത്രി കടക്കൽ അങ്ങനത്തെ ഇലക്ഷൻ പരിപാടി പങ്കെടുക്കാൻ വരുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ പോലീസും പട്ടാളവുമായിട്ട് 10-50 വണ്ടി എല്ലാം കൂടെ ചെറുപാഞ്ഞ് പോകുന്നതാണ്. ഇത് ഈ വേറൊരു കാര്യമുള്ളത്, ഈ നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്തിനാണ് ഇതിന് തടയുന്നത്? അതാണല്ലേ മറ്റേ ശ്രീനിവാസൻ പറയില്ലേ, അതല്ലേ ഹീറോയിസം. വോട്ട് ചെയ്ത് നാട്ടുകാരെ കാർഡേക്ക് അടിക്കുന്നതാണ് ഹീറോയിസം ഇപ്പോൾ ഇവരെ സങ്കല്പത്തിൽ. ഇതിനകത്ത് അന്ന് തൊട്ട് ജനം വെറുക്കാൻ തുടങ്ങി. ഇയാൾ ദന്തഗോപുരവാസിയായിട്ട് മാറിയപ്പോൾ തൊട്ട് ഇപ്പം നമുക്ക് VD സതീശൻ്റെ ഓഫീസിൽ എല്ലാ ദിവസവും ഓരോ ആൾക്കാർക്ക് കയറി ചെല്ലാം. എല്ലാവരുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, മൊത്തം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. വരുന്ന ആരെയും തടയുന്നില്ല. സെക്രട്ടേറിയറ്റിലും ആൾക്കാർക്ക് കയറാം, ആരെയും ഒരു ഭയവും ഇല്ല, പേടിക്കേണ്ട ആവശ്യമില്ല. അന്ന് ഇത്രയും പേടിയും സെക്യൂരിറ്റി റീസണും പറഞ്ഞ പിണറായി വിജയൻ ഇപ്പം പറയുന്നത് എനിക്ക് ഒരു പൈലറ്റ് മാത്രം മതി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ? നാട്ടുകാരന് 19-20 വയസ്സുമായി രോഗിയായിരിക്കുന്ന ആളല്ലേ, ആരും കൈവയ്ക്കില്ല എന്ന് പുള്ളിക്കാനെ തോന്നിക്കാണും. ഈ കസേരയിലേക്കും ചുറ്റും നിൽക്കുന്നവരെ പറഞ്ഞു കൊടുക്കുമല്ലോ, നമുക്കൊരു ഹീറോയിസം പവർ കാണിക്കണമെങ്കിൽ ഇതുപോലുള്ള 10-50 വണ്ടിയും ബഹളവും അടിയും വഴി കണ്ണ ചീത്ത വളിയൊക്കെ ആയിട്ട് പോയാൽ അതിൻ്റെ ഒരു പവറുള്ളതെന്ന് മനസ്സിലാക്കാണ്. എന്തായാലും അന്നത്തെ ഒരു എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വം അങ്ങനെ ഒരു ആംബിയൻസ് സൃഷ്ടിച്ചതാണ് അല്ലേ? അങ്ങനെ ഒരു ഇത് 2016 ഇത്രയും എസ്കോട്ടൊന്നും ഇല്ലായിരുന്നു. മുഖ്യമന്ത്രിയായ സമയത്ത് കുറച്ച് വണ്ടി 1-2 വണ്ടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീടാണ് ഈ ശശികണ്ഠൻ അങ്ങോട്ട് വന്നതിന് ശേഷമാണ് പിന്നെ ഇത് മൊത്തത്തിൽ അങ്ങ് മാറ്റി ഒരു മാസ് ലുക്ക് കൊടുത്തു നോക്കിയതാണ്. പുള്ളിക്ക് ചുറ്റും പിന്നെ ഒരു വലിയ ഒരു ബറ്റാലിയനെ സഫാരി സൂട്ടിട്ട കുറച്ച് ഈ പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ കാണുന്ന സഫാരി സൂട്ടിട്ട കുറേ ആളുകൾ ചുറ്റും ഓടുന്നുണ്ട്. ഈ വടി കൊണ്ട് അടിക്കുന്നവനും സഫാരി സൂട്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ പി ശശി ആയിരുന്നല്ലോ ഭരണം, ആഭ്യന്തരമായിരുന്നാലും പി ശശിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊന്ന് ഇങ്ങനത്തെ ഒരു മായിക ലോകത്തിലേക്ക് ഇയാളെ നയിച്ചിട്ട് ഇയാൾ ഇതിൻ്റെ ഒരു മാസ്മരിക ലഹരിയിൽ ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നു. ഏതാ
അപ്പൊ ഈ ഭരണം മുഴുവൻ ഇദ്ദേഹം നടത്തി. സ്വന്തമായിട്ട് അങ്ങ് നടത്തി. അതെ, സ്വന്തമായിട്ട് നന്നായിട്ട് അങ്ങ് അയാൾ നടത്തി. അങ്ങ് നടത്തി. അയാൾ ഭരിക്കാൻ ആഭ്യന്തര വകുപ്പിൽ എന്ത് നടക്കണം, മുഖ്യമന്ത്രി ഒരു വിഷയവും അറിയുന്നില്ല. ഒറ്റ വിഷയം ആഭ്യന്തര അത് വകുപ്പിൽ നടക്കുന്ന ഒരു എം വിഷയം. ശിവശങ്കർ പറഞ്ഞിരുന്നല്ലോ, ഇയാൾക്ക് 5 തരം പേരില്ലാത്തവനാണ്, ഇപ്പൊ ഇവിടെ പറഞ്ഞാൽ അവിടെ പെട്ട് വരുമായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ മന്ത്രിമാരുണ്ടായിരുന്നു, ഈ സജി ചെറിയാനെ, അതുപോലെ വാസവൻ. വി എൻ വാസവനെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് ശിങ്കിടി പോലീസുകാരുണ്ട്. ഇവരെ എല്ലാം ഇവർ സംരക്ഷിച്ചു നിർത്തി. അതായത് കളങ്കിതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ. ഈ ഉദ്യോഗസ്ഥർ ഈ മന്ത്രിമാർ, സർക്കാരിനല്ല മുൻഗണന, ഈ സർക്കാരിന്റെ കാര്യത്തിൽ കളങ്കിതന്മാർക്ക് അതെ, തന്നെയാണ് എല്ലാ നമുക്കറിയാം. മേഖലകളിലും. നമ്മൾ വാർത്തകൾ എഴുതിയ പല ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രിക്ക് ഇവർക്കെതിരെ പരാതി പോയിട്ട് ആ പരാതി മുഴുവൻ ശശിയുടെ ഓഫീസിൽ, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഓഫീസിൽ വന്ന് തടയുന്നു. അവിടെ വെച്ച് തന്നെ ഇത് ചെയ്തിട്ട് അവിടെ നിന്ന് ഇവർ രക്ഷപ്പെടുത്തി വിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന റിപ്പോർട്ട് പോലും ഇവരിവിടെ പൂഴ്ത്തി വയ്ക്കുമായിരുന്നു. എത്രയോ കേസുകളിൽ സസ്പെൻഷനും ഒരുപക്ഷെ ഡിസ്മിസൽ പോലും മേടിക്കേണ്ട കേസുകൾ ഉണ്ടായിരുന്നു. അതിലെല്ലാം ഇവരെ രക്ഷിച്ചു. കാരണം ഇവരൊക്കെ ഈ പറയുന്ന മന്ത്രിമാർക്ക് വേണ്ടപ്പെട്ട അവർക്ക് വേണ്ടി വൃത്തികേടുകളെല്ലാം കാണിച്ചു കൊടുക്കുന്ന, അതിനോട് കൂട്ടിക്കുന്ന അതെ. ആളായിരുന്നു. അപ്പോൾ പത്തനംതിട്ട ജില്ല എന്നുള്ള ഫയലൊക്കെ ആഭ്യന്തര വകുപ്പിൽ DGPയുടെ ഓഫീസിൽ പോകേണ്ടതിന് വരെ നേരെ പൊക്കൊണ്ടിരുന്ന വി എൻ വാസവന്റെ ഓഫീസിൽ. അത് നമ്മൾ ഒരിക്കൽ വാർത്ത കൊടുത്തു. ഈ വാർത്ത കൊടുത്തോടെ എന്ത് സംഭവിച്ചെന്നറിയോ, ആ അഡീഷണൽ SP യുടെ ഓഫീസിലുണ്ടായ പോലീസുകാരെ മൊത്തം എന്ന സ്ഥലം ഇവരാണ് ഈ വാർത്ത ചോദിച്ചത്. കാരണം അഡീഷണൽ SP ആയിരുന്ന ആള് ഈ ഫയല് നേരെ ആഭ്യന്തര വകുപ്പിലേക്ക് പോകേണ്ട ഫയലും കൊണ്ട് അയാള് വാസവന്റെ വീട്ടിൽ പോകുന്നു. വാസവന്റെ ഓഫീസിൽ പോയി വാസവനെ കാണിക്കാം. അപ്പൊ പിറ്റേന്നത്തെ പത്രത്തിൽ വാർത്ത വന്നു, ഇത് വാസവന്റെ ഓഫീസിൽ ആണ് ഇതും കൊണ്ട് പോയിരിക്കുന്നത്. അവിടെ ഡിസ്കഷൻ നടത്തിയതിന് ശേഷമാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ള അവിടുന്ന് ഡിസ്കഷൻ. കാരണം അവിടെ വരുമ്പോഴേ ഇവര് മറ്റു ഉദ്യോഗസ്ഥരെ വിളിച്ച് സെറ്റ് ചെയ്യുമായിരിക്കും, എന്താണെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും അത്തരം ഒരു രീതിയാണ് അവിടെ നടന്നിരുന്നത്. ഈ പുള്ളി ഈ മുഖ്യമന്ത്രി ഇതിന്റെ ഈ സുഖ സൗകര്യങ്ങളിലും ഈ സെക്യൂരിറ്റിയിലും ഒക്കെ ഭ്രമിച്ച് അതിലൊക്കെ ഇങ്ങനെ വിദേശത്ത് 7 സ്റ്റാർ ഹോട്ടലിൽ ജീവിക്കുക, എന്ന് ഉച്ചയ്ക്ക് നെയ്മീൻ കഴിക്കുക, എന്താണ് പാലില് അണ്ടിപരി പരിച്ചാലിക്കുക, ഇതുപോലെയുള്ള മഹത്തായ വിപ്ലവ കർമ്മങ്ങൾ നടത്തി അദ്ദേഹം ശിഷ്ടജീവിതം സന്തോഷമായി സുഖലോലുപതയുടെയും ആഡംബരത്തിന്റെ അവസാനമാക്കായിട്ട് മാറി. അതിലങ്ങ് അഭിരമിച്ച് കിടന്നു. ഇപ്പൊ ദാ നടക്കുന്നു. നേരെ ഒരു സ്വപ്നം, ഒരു ഉറക്കത്തിൽ നിന്നോ ഒരു സ്വപ്നം കണ്ട് തീർന്നതുപോലെ ദാ ഇപ്പൊ അങ്ങോട്ട് പോയി. ഇപ്പം സെക്യൂരിറ്റി ഇല്ല, സുരക്ഷാസേനയില്ല, കോട്ടിട്ട ഗൺമാനും ഇല്ല, നാട്ടുകാരുടെ മണ്ടയ്ക്ക് രക്ഷാപ്രവർത്തനം നടത്തണ്ട, യാതൊരു വിലയില്ല. സ്വന്തം പാർട്ടിക്കാർ മുഴുവൻ ഊടുപാട് രാവിലെ എണീറ്റിരുന്ന് ഫേസ്ബുക്കിൽ തെറി വിളിച്ചോണ്ടിരിക്കും. വീട്ടുകാരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. വീട്ടുകാർക്ക് ഇനി ഒരു യാതൊരു വിലയും കാണില്ല. അധികാരമില്ലാതെ ചെല്ലുന്നവന് പിന്നെ നമുക്ക് അറിയാലോ എന്തായിരിക്കും, അവർ പറഞ്ഞ അനുസരിച്ചായിരിക്കും പാവപ്പെട്ടതെല്ലാം അവരോട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ പിണറായിയുടെ സെക്യൂരിറ്റി പിൻവലിച്ചു എന്നുള്ളൊരു വാർത്ത വരുമ്പോൾ അതിനടിയിൽ എത്ര കമന്റുകളാണ് വരുന്നതെന്നറിയാമോ? ഈ സോഷ്യൽ മീഡിയ വരുമ്പോൾ കമന്റുകൾ വരുന്ന മുഴുവൻ ഒരെണ്ണം പോലും ഇദ്ദേഹത്തിന് അനുകൂലമല്ല. പ്രാഗാണ് നാട്ടുകാർ. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ഇത്രയും ജനസമൂഹം വെറുത്ത ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല.